വിശദീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കണക്ക് അവതരിപ്പിക്കാത്തത്. കെ രാഗേഷിന് മറുപടിയുമായി കുഞ്ഞികൃഷ്ണൻ. ഫണ്ട് തിരിമറി ആരോപണത്തിൽ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന് മറുപടിയുമായി പുറത്താക്കപ്പെട്ട CPIM കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം VV കുഞ്ഞികൃഷ്ണൻ. പയ്യന്നൂർ MLA TM മധുസൂദനോട് തനിക്ക് പകയില്ലെന്നും നേതാക്കൾക്ക് എങ്ങനെയാണ് കള്ളം പറയാൻ സാധിക്കുന്നതെന്നും കുഞ്ഞികൃഷ്ണൻ ചോദിച്ചു. താൻ ക്രമക്കേട് ഉന്നയിച്ചത് ഏരിയ കമ്മിറ്റിയിലാണ്. തനിക്കെതിരെ വ്യക്തി അധിക്ഷേപം ഉന്നയിക്കുകയാണ് ചെയ്യുന്നതെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. തന്റെ ആസ്തി വിവരം തെറ്റായി പ്രചരിപ്പിക്കുന്നുവെന്നും പാർട്ടിക്ക് കൊടുത്ത കണക്ക് എങ്ങനെ പുറത്തുവന്നുവെന്നും കുഞ്ഞികൃഷ്ണൻ ചോദിച്ചു. കുടുംബപരമായി ചോദിച്ചതെല്ലാം ചേർത്താണ് ആസ്തി കണക്കാക്കിയിരിക്കുന്നത്. ഇത് തെറ്റിദ്ധരിപ്പിക്കും വിധം പ്രചരിപ്പിക്കുകയാണ്. പാർട്ടിക്ക് വിശ്വാസത്തോടെ കൊടുത്ത രേഖ എങ്ങനെ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുവെന്നും ഇക്കാര്യം നേതൃത്വം വിശദീകരിക്കണമെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ധൻരാജ് ഫണ്ട് വാർത്താസമ്മേളനത്തിൽ അവതരിപ്പിക്കാത്ത കെ രാഗേഷിന്റെ നടപടിയെയും കുഞ്ഞികൃഷ്ണൻ വിമർശിച്ചു. വിശദീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കണക്ക് അവതരിപ്പിക്കാത്തത്. ബാക്കിയുള്ള ഫണ്ട് കാണിക്കാൻ കഴിയില്ല. അങ്ങനെ കണക്ക് അവതരിപ്പിച്ചാൽ മാത്രമേ ബാക്കി എത്രയുണ്ട് എന്ന് അറിയാൻ കഴിയൂ എന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ജനങ്ങളിൽ നിന്നും പണം കൈപ്പറ്റിയില്ല എന്ന രാഗേഷിന്റെ വാദത്തെയും കുഞ്ഞികൃഷ്ണൻ തള്ളി. ധൻരാജ് ഫണ്ടിലേക്ക് എല്ലാവരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. പുസ്തകം ഇറക്കുന്നതിന് മുമ്പ് കണക്ക് അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടത് വ്യാജ കണക്ക് തയ്യാറാക്കാതിരിക്കാനാണ്. പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ശുദ്ധ അസംബന്ധമാണ്. വ്യാജ രസീതും 2 ഒറിജിനൽ രസീതും അച്ചടിച്ചു. റെസീറ്റ് തിരികെ വരാതിരിക്കുമ്പോൾ എങ്ങനെയാണ് പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കഴിയുക എന്നും കുഞ്ഞികൃഷ്ണൻ ചോദിച്ചു. മധുസൂദനെതിരെ പാർട്ടി നടപടിയെടുത്തത് ധനാപഹരണത്തിനല്ല എന്നും കണക്ക് അവതരിപ്പിക്കാൻ വൈകിയതിനാണ് എന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. മധുസൂദനോട് വ്യക്തിപരമായി വിദ്വേഷമില്ല എന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. വിമർശനവും സ്വയം വിമർശനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീവവായുവാണ്. വിമർശനം ഇല്ലാതായാൽ പാർട്ടി മരിക്കും. വിമർശനം ഉന്നയിക്കുമ്പോൾ വിരോധമായി മാറുന്നു എന്നത് പരിശോധിക്കണമെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങ് CPIM വിരുദ്ധരുടെ ഒത്തുചേരലായിരുന്നുവെന്നും പരിപാടി സംഘടിപ്പിച്ചതിന്റെ ലക്ഷ്യം എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുമെന്നായിരുന്നു കെ രാഗേഷ് പറഞ്ഞത്. ഇടതുപക്ഷ ലേബൽ അണിയുന്നവരാണ് പരിപാടിക്കെത്തിയതെന്നും കെ രാഗേഷ് പറഞ്ഞു.